തീവ്ര അഭിനിവേശം എന്ന് പറയുന്നത് എന്താണ്? തീഷ്ണതയാണ്. അപ്പോൾ അറിവിൻ്റെ തലത്തിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ അതിനോട് തീവ്രമായ അഭിനിവേശം ഉണ്ടായി തീഷ്ണത പെരുകും. ഈ തീഷ്ണത എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമുക്ക് തീഷ്ണത ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അപ്പം നമ്മൾ ദൈവത്തോട് സംസാരിക്കണ പോലെ അല്ല, ദൈവം നമ്മോട് സംസാരിക്കണതാണ് ജ്ഞാനമെന്ന് പറയണത്. നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം അറിവും, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അത് ജ്ഞാനവുമായിട്ട് വരും. ഇപ്പം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, അതാണ് നമ്മൾ കർത്താവ് പറഞ്ഞ ഒരു വചനം. അത് അറിവാണ്. അത് കേൾക്കുമ്പോൾ ജ്ഞാനവരം ഉള്ളവർ എന്ത് തോന്നും? അതുപോലെ ഞാനും ദൈവത്തെ അനാഥമായി വിടരുത്. കണ്ടാ, അതാണ് ജ്ഞാനം. അതാണ് അത് അറിവെന്ന് പറയും. ഞാൻ നിങ്ങളെ ഇപ്പം 14:18 യോഹന്നാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ അനാഥമായി വിടുകയില്ല. അത് അറിവാണ്. ഇനി എൻ്റെ ജ്ഞാനം എന്താണ്? അനുഭവജ്ഞാനം എന്താണ്? അറിവിൻ്റെ കൂടെ അനുഭവം കൂടുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അതിൻ്റെ അനുഭവജ്ഞാനം എന്താണ്? ഞാനും ദൈവത്തെ അനാഥമായി വിടരുത്, എന്തെല്ലാം സംഭവിച്ചാലും. അങ്ങനെ ഞാൻ ദൈവത്തെ അനാഥമായി വിടാതിരിക്കുന്നതിനുള്ള ആത്മീയ നിലവാരത്തിനാണ് എന്തെന്ന് പറയുന്നത്? തീഷ്ണത എന്ന് പറയുന്നത്. പ്രീഡിയ. അത് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അപ്പുറത്താണ്. തീവ്ര വിശ്വാസമാണ്. എന്താ വെച്ചാൽ ദൈവത്തെ നമ്മൾ അനാഥമായി വിടാതിരിക്കുക, അതിന് തീഷ്ണത എന്നാണ് പറയണത്. നമുക്ക് രോഗം വരാം, കടം വരാം, ജപ്തി നടക്കണത് നടന്നു പോകും. ചിലപ്പോൾ ജപ്തി നടന്നാലും മകളുടെ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും എന്ത് പറ്റും? ദൈവത്തെ നമ്മൾ മുറുകെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. മറിച്ച് അതിനാണ് തീഷ്ണതയെന്ന് പറയണത്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പം എന്ത് പറയും? ഏലിയ പറയും, ജെസബേല് നമ്മുടെ എല്ലാ പ്രവാചകന്മാരെയും കൊന്നു. അഹാബൻ്റെ ജീവിതത്തിന് വേണ്ടി, ജീവന് വേണ്ടി അവൻ കൊലവിളി നടത്തുകയാണ്. എല്ലാവരും പോയി, ഞാൻ മാത്രം അവശേഷിച്ചു. അതാണ് വിഷയം. കയ്യിലുള്ള അപ്പോൾ ഞാൻ നിന്നെക്കുറിച്ചുള്ള തീഷ്ണതയാൽ, അതാണ് തീഷ്ണതയെന്ന് പറയണത്. ദൈവത്തിന് വേണ്ടി വിശ്വാസത്തിൻ്റെ പേരിൽ നമുക്ക് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് പോകുമ്പോഴോ we still remain in faith. അതിനാണ് തീഷ്ണത. Take the word of God. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19:10. 1 രാജാക്കന്മാർ 19:10. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. കുറെ അണ്ണന്മാർ ഉടമ്പടി, നിങ്ങളുടെ അയൽവാസികളെല്ലാം ഉടമ്പടി ലംഘിച്ച ആൾക്കാരുണ്ടാവും. പിന്നെ ഉടമ്പടി ഞാൻ 3 തിരി കത്തിച്ചിട്ട് ഒന്നും നടന്നില്ലെന്നും പറഞ്ഞ് ഈ ഗതികിട്ട പ്രേതം പോലെ നടക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അയൽവാസികളുണ്ടാവും. ഇസ്രായേൽ ജനം അവരുടെ ഉടമ്പടി ലംഘിച്ചു. കിടക്കണ്ടില്ലേ? ഇപ്പം നിങ്ങളുടെ നാട്ടിലും വീട്ടിലും സ്വന്തപ്പെട്ടവരും കല്യാണ വീട്ടിലും മരണ വീട്ടിലും ചർച്ച എന്താണ്? ഞാൻ പച്ചത്തിരി 3 കത്തിച്ചു, ഞാൻ നീലത്തിരി 4 കത്തിച്ചു, ഇപ്പോഴും മകളെ വീട്ടിൽ തന്നെ നിൽപ്പുണ്ടെന്ന് പറയും. അതാണ് സംഭവം. അതിനർത്ഥം അവർ ഉടമ്പടിയിൽ നിന്ന് മാറിയെന്ന് വിചാരിക്കണം. ഇപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ദൈവം ആനക്ക് നമ്മൾ ഉരുള കൊടുക്കണ ഒരു ഉരുട്ടി വായി വെക്കുമെന്ന് വിചാരിച്ചത്. അങ്ങനെയല്ല. നീ മര്യാദക്ക് ആദ്യം ഉടമ്പടിയിലാകാൻ നോക്ക്. നീ ആദ്യം ദൈവമായിട്ട് ഉടമ്പടിയിലാകാൻ നോക്കൂ. അപ്പോഴും നീ അങ്ങനെയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ ഉണ്ടാവും. നിൻ്റെ വിശ്വാസത്തെ ദൈവം ടെസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ചിലത് നീണ്ടു പോണത്. ഒന്നൊരു വായിച്ച ആ ഭാഗങ്ങളെല്ലാം. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും വാക്കത്തിൽ കൊടുവാളുമായിട്ട് പള്ളിയിൽ പോയി ആൾത്താറ പൊളിക്കേണ്ട കാര്യമില്ല. പക്ഷെ കുർബാനക്ക് പോകത്തില്ല പന്നി. അതാ പ്രശ്നം. അപ്പോൾ ബലിപീഠം തകർന്നില്ലേ?
എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കുർബാനയ്ക്ക് പോകണം, ഞായറാഴ്ച കുർബാന മുടക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു കുർബാനയ്ക്ക് പോകത്തില്ല. അതാണ് ബലിപീഠം തകർന്നെന്ന് പറയണം. അവർ നിങ്ങളുടെ ബലിപീഠം തകർക്കും. പറഞ്ഞ് വായിച്ചേ, വന്നിട്ട് അത് തന്നെ വായിച്ച്. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. വാളിനിരയാക്കണമെന്നില്ല, അല്ലെങ്കിൽ വെട്ടി കൊടുവാളെടുക്കേണ്ട കാര്യമില്ല. വിചാരത്തെ കരുത്തെ കയറിയാൽ മതി, പണിയാവൂ. കർത്താവിൻ്റെ അഭിഷിക്തന്മാരുടെ മുമ്പിൽ വല്ല ടി വിയിൽ ഇരുന്നുകൊണ്ട് ബലിതേക്കാത്തമ്മ എന്തെങ്കിലും പറയണമെന്ന് അതിൻ്റെ കൂടെ കുറയും. പല ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും സ്ഥലത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ ചർച്ചയിൽ പള്ളിയെ കുറ്റം പറഞ്ഞാൽ നിങ്ങളും മിണ്ടാതിരിക്കുക, അല്ലെ കൂടിക്കൊടുക്കും. വാളിനിര പ്രവാചകന്മാരെ വാളിനിരയാക്കി സഭയെ നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്ത ആൾക്കാർ, നിങ്ങൾക്കറിയാമോ, ഞാൻ എൻ്റെ വിഷയത്തിൽ ഒരു ലൈഫ് മൊത്തം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കണം. 40-ാം വർഷമാണ് എൻ്റെ. ഞങ്ങളെപ്പോലെ എത്രയോ മനുഷ്യരാണ് കർത്താവിന് വേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ രാവും പകലും ഇതെന്തെങ്കിലും സമ്പത്ത് മോചന, സമ്പത്തിന് എന്താ ഇവിടെ കുറവ്? ഒന്ന് ഞാൻ നിങ്ങളോട് വല്ല സമ്പത്ത് ചോദിച്ചോ? ഞാൻ നിങ്ങളോട് ആരെങ്കിലും സമ്പത്ത് ചോദിച്ചോ? ഞാൻ ഇവിടെ ശമ്പളം കൈപ്പറണുണ്ടോ? ഇങ്ങനെ എന്തുമാത്രം സുവിശേഷകരാണ് കർത്താവിൻ്റെ സഭയിൽ ജോലി ചെയ്യണത്. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്താ ചെയ്യേണ്ടത്? ക്രിസ്തുവിനെ കൈമാറുക. ചില ആൾക്കാരിലൊക്കെ എന്തെങ്കിലും ചില കുഞ്ഞു കാലത്തേക്ക് എന്തെങ്കിലും അവറേഷൻസ് ഉണ്ടാകും. അത് പൊക്കി പിടിച്ചിടക്കേണ്ട കാര്യമില്ല. സത്യസന്ധമായ വിശ്വാസിയാണ് നീയെങ്കിൽ സഭയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി സാക്ഷികൾക്ക് നീ പ്രാർത്ഥിച്ചുകൊണ്ട് തീഷ്ണമായി പ്രാർത്ഥിക്കണം. ആൾക്കാർ ബലിപീഠം തകർക്കും, അഭിഷിക്തരെ വാളിനിരയാക്കും. അപ്പോഴെന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? ഇപ്പം ഏരിയ എന്താ പറയണമെന്ന് നോക്കിയേ. ഏരിയ എന്താ പറയണത്? ഞാൻ മാത്രമേ നീ ചിലപ്പോൾ ഉടമ്പടി നിന്റെ ഭാഗത്ത് നിന്റെ പ്രദേശത്ത് നീ മാത്രമായിരിക്കും ഇപ്പോഴും കൃപാസനത്തിൽ വരികയും ഉടമ്പടി ജീവിക്കുകയും ചെയ്യുന്നത്. മറ്റുള്ളവരെല്ലാം തൽക്കാലത്തേക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടാൻ വേണ്ടി വന്നിട്ട് അവരത് നടക്കണം. അവരുടെ ഫ്രോഡ് തരം ദൈവം മനസ്സിലാക്കിയപ്പോൾ ആ വാതിലടച്ചപ്പോൾ അവർ പോയി. വൈ വി ഷുഡ് ടേക്ക് ദം ആസ് അവർ മോഡൽ? അവരെന്തിനാണ് നമ്മുടെ മോഡലാക്കണത്? നമ്മളെ മോഡൽ. ഇപ്പം ഏലിയ ആരെയും മോഡലാക്കിയില്ല. ഏലിയ പറയണത് എന്താണ്? ഞാൻ മാത്രം ഉടമ്പടിയിൽ അവശേഷിച്ച് കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. അതിനാണ് തീഷ്ണത എന്ന് പറയണത്. എല്ലാം ദൈവത്തിനെതിരെ വരികയും വിശ്വാസത്തിനെതിരെ വരികയും വിശ്വാസം വിട്ടുപോവുകയും ചെയ്യുമ്പോൾ, ഭർത്താവ് വിട്ടുപോയി, മകളെ വിട്ടുപോയി, മകൻ വിട്ടുപോയി. അപ്പോൾ ഓരോരുത്തരും വിട്ടുപോകുമ്പോൾ ചിലപ്പോൾ അമ്മ മാത്രം വീട്ടിൽ നിൽക്കും, ഒരു ഏക വ്യക്തിയായിട്ട് വിശ്വാസന്. ചിലപ്പോൾ വീട്ടിലൊരു അമ്മ മാത്രം. ആ വീടിന് ദൈവം തീടാത്തതിൻ്റെ കാരണം നീ ഒറ്റൊരുത്തിയാണ് കാരണം. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ വിശ്വാസം വിട്ടുപോകും. വിശ്വാസം നിലനിൽക്കുക എന്ന് വെച്ചാൽ എൻ്റെ ദൈവദാനമാണത്. അത് ദൈവദാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവദാനം. അപ്പം ഏലിയ എന്താ പറയുക? ഒന്നിനു വായിച്ചത്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർത്തു. അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. അതിനാണ് തീഷ്ണതയെന്ന് പറയുന്നത്. എല്ലാം വിശ്വാസത്തിന് എല്ലാവരും വിശ്വാസത്തിനെതിരെ നിൽക്കുമ്പോഴും ഞാൻ ഒറ്റ ആളായിട്ട് വിശ്വാസത്തിന് വേണ്ടി പൊരുതുമ്പോൾ അതിനാണ് തീഷ്ണതയെന്ന് പറയുന്നത്. തീഷ്ണതയ്ക്ക് എന്താ സംഭവിക്കുന്നത്? അടുത്ത നമ്മുടെ തീഷ്ണയുടെ പുസ്തകം വായിച്ച്, ജ്ഞാനം വായിച്ച് 6:11 വായിച്ച്. എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ. അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഈ ജ്ഞാനം എന്ന് പറയുന്നതാണ് ദൈവം പകർന്നു തരുന്ന, ദൈവം ഇങ്ങോട്ട് തരുന്ന അറിവെന്ന് പറയണത്. ദൈവം ഇങ്ങോട്ട്, അതാണ് ഞാൻ നിന്നോട് പറയണത്. ഞാൻ നിങ്ങളെ അനാഥരെ വിടത്തില്ലെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? അത് നമ്മളും ദൈവത്തെ ഏലിയ ദൈവത്തെ അനാഥമായി വിട്ടില്ലല്ല. എല്ലാവരും പിരിഞ്ഞുപോയി, എല്ലാവരും വധിക്കപ്പെട്ടു, ബലിപീഠം തകർന്നു, അഭിഷിക്തർ വാളിനിരയായി. അപ്പോഴും എന്ത്? ദൈവത്തെ വിട്ടുപിരിയാതെ
ദൈവത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഏരിയ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് തീഷ്ണത. എൻ്റെ പേര് മിനി റെജി. ഞാൻ കോലഞ്ചേരിയിൽ പാങ്കോട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത ഡേറ്റ് 2019 ജനുവരി 2 ഉടമ്പടി എടുത്തതാണ്. അതിനുശേഷം എൻ്റെ ഉടമ്പടിയിൽ കാശ് രൂപം നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ അച്ഛനെ വിളിച്ച് പറയും, കാശ് രൂപം പുതിയ കാശ് രൂപം തരൂല, അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഉടമ്പടി എടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ കഴിഞ്ഞ വർഷം വീണ്ടും ഞാൻ ജനുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടിയിൽ പോകുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഒത്തിരി കാര്യങ്ങൾ, എനിക്ക് ആദ്യമേ 2019 തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ നിയോഗം എഴുതി കൊടുക്കും, കിട്ടിയ കാര്യങ്ങൾ എഴുതി കൊടുക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 കാര്യമേ ഉള്ളൂ, അത് പിന്നെ നമുക്ക് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, മാതാവേ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിയോഗം സാധിച്ചു കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് മാതാവിൻ്റെ ഈ അൾത്താരയിൽ കയറി നിന്ന ഒരു നിയോഗം എനിക്ക് സാക്ഷ്യം, ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് എന്നെ നിർത്തുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഒത്തിരി വിഷമവും പ്രയാസങ്ങളും പറഞ്ഞിട്ട് പല പ്രാവശ്യവും ഞാൻ ഇവിടെ വന്നിങ്ങനെ ഉടമ്പടി എടുത്ത് പോകുമായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഉടമ്പടി മുടക്കിയില്ല. ഞാൻ സൗദിയിലായിരുന്നു, ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്നേരം NRIയിലായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്തിരുന്നത്. ഞാനിവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തീർത്ഥാടന ഉടമ്പടി എടുത്ത് മാറ്റിയെടുത്തു. പക്ഷേ എന്നാലും എനിക്ക് മനസ്സിനൊരു എപ്പോഴും വിഷമമായിരുന്നു. എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ഉടമ്പടി നിന്ന് പോകുന്നുണ്ട്, പക്ഷേ എനിക്കൊന്ന് ഉടമ്പടി ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ എല്ലാവരും ഇവിടെ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുന്നു, എനിക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ അപ്പോഴും ഞാൻ ചിന്തിച്ചു, ഇല്ല, എന്നെ മാതാവ് അതിന് ഒരുക്കിയിട്ടില്ല, എനിക്ക് സാക്ഷ്യം പറയേണ്ട സമയമാകുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കും. എല്ലാ മാസവും ഞാൻ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോവും. പത്രം മേടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്ത് എല്ലാം നടത്തുമായിരുന്നു. പിന്നെ ഇപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നു വരുമ്പോഴും ഞാൻ ഒരു 2-3 മാസം മുമ്പ് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് 90 ദിവസത്തിനുള്ളിൽ എനിക്കൊരു സാക്ഷ്യം പറയുവാൻ വേണ്ടി എന്നെ ഒരുക്കണം. എനിക്ക് മാതാവിൻ്റെ എല്ലാവർക്കും മാതാവിൻ്റെ സാന്നിധ്യം കിട്ടുന്നുണ്ട്. എനിക്കും അപ്പോൾ ഒരു സാക്ഷിയായി തീരുവാൻ എനിക്ക് അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. എനിക്കൊരു സാക്ഷ്യം പറയണം. ഇത്രയും വർഷമായി ഇനി എനിക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് കരഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 3 മാസം മുമ്പ് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിൻ്റെ എൻ്റെ ഹാർട്ടിൽ എൻ്റെ രാവിലത്തെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എനിക്ക് അതിനകത്ത് മാതാവിൻ്റെ നല്ല ഒരു ഹാർട്ട് ആ തിരിയിൽ തെളിഞ്ഞു വന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥനയിലും മാതാവിൻ്റെ ഹാർട്ട് രൂപം ശരിക്കും നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞു വന്നു. ഞാനത് ഈ മൊബൈലിനകത്ത് ഞാൻ പകർത്തിയിട്ടുണ്ട്, അതിൻ്റെ പിക്ചർ എടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട്. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും എനിക്ക് മാതാവിൻ്റെ ഹാർട്ട് അതിനകത്ത് തിരിയിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനും പിള്ളേർക്കും ഒക്കെ അവർക്കൊരു വിശ്വാസം ഉണ്ടായില്ല. ഞാൻ അവരെ വിളിച്ച് കാണിച്ചു. അപ്പോൾ അവർക്കതിൽ ഭയങ്കര വിശ്വാസമായി. അത് കണ്ടതിന് ശേഷം പിള്ളേരാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് രാവിലെ 5:30 ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിട്ടേ അവർ സ്കൂളിൽ പോവുള്ളൂ. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. പിന്നെ കഴിഞ്ഞ മാസം എനിക്ക് 17-ാം തീയതി ബ്ലീഡിങ് ആയി കഴിഞ്ഞ് ബ്ലീഡിങ് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ മാസം 7-ാം തീയതി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരിക്കലും ഞാൻ മരുന്ന് കഴിച്ചിട്ട് എൻ്റെ ബ്ലീഡിങ് മാറ്റണ്ട. ഞാൻ ഉടമ്പടി പത്രത്തിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഉടമ്പടി എടുത്തേക്കുന്നതാണ്. ഞാൻ ഉടമ്പടി എടുത്ത മക്കൾക്ക് ആശുപത്രിയിൽ പോയി മരുന്ന് കഴിക്കാതെ തന്നെ മാതാവ് പലർക്കും ബ്ലീഡിങ് സ്റ്റോപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നുമല്ല, യേശുവമ്പുരാൻ നമുക്ക് രക്തസ്രാവക്കാരിയുടെ രക്തസ്രാവത്തെ നിർത്തിയ ദൈവം തമ്പുരാനാണ്, മാതാവാണ്. അപ്പം മാതാവ് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് അനുഗ്രഹം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മരുന്നെടുക്കില്ല, എന്നിരുന്നാലും ഹസ്ബൻഡിൻ്റെ ഫോഴ്സ് കാരണം കൊണ്ട് ഞാൻ ഇന്ന് 7-ാം തീയതിയാണ്, ഈ മാസം 7-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു, എന്നിരുന്നാലും ഡോക്ടർ തരുന്ന മരുന്ന് ഞാൻ കഴിക്കില്ല. അതെൻ്റെ ഒരു ഉറച്ച തീരുമാനമാണ്.
ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അതിനുശേഷം ഡോക്ടറെ കാണാൻ പോയതിന് ശേഷം ഇതുവരെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. ഡോക്ടർ എനിക്ക് ഒരു ഗുളിക തന്നു. ഇത് കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നിന്നില്ലെങ്കിൽ അടുത്ത ഒരു ഗുളിക കഴിക്കണം. ആ ഗുളികയും കഴിച്ചിട്ട് നിന്നില്ല എങ്കിൽ നമുക്ക് ആ ഗുളിക കഴിച്ച് നിന്ന് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു പരിശോധനയ്ക്ക് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മാതാവാണ് എൻ്റെ കൂടെയുള്ളത്, ഈ ഉടമ്പടി ഞാൻ എടുത്ത വ്യക്തിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാനൊരു മരുന്ന് കഴിച്ച് എൻ്റെ ബ്ലീഡിങ് നിൽക്കണ്ട, അത് ഞാൻ കഴിക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ലാബിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോണ സമയത്ത് ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ മരുന്ന് എടുത്തില്ലേ, കഴിക്കണ്ടേ? ഡോക്ടർ മരുന്ന് അന്യായം വില കൊടുത്ത് പൈസ കൊടുത്ത് മരുന്ന് മേടിച്ചു, നിനക്ക് കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലയോ, അയ്യോ ഞാൻ മറന്നുപോയി മരുന്ന്. പക്ഷേ അത് മാതാവിൻ്റെ ഒരു നിയോഗമായിരുന്നു. ഞാൻ ആ മരുന്നെടുക്കാൻ മറക്കുക എന്നുള്ളത് മാതാവിൻ്റെ ഒരു നിയോഗമായിരുന്നു. അന്ന് വൈകുന്നേരം പറഞ്ഞു, വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എന്നാൽ ഇന്ന് തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ കിടക്കാൻ നേരത്ത് വീണ്ടും മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പോകാൻ നേരത്ത് ഹസ്ബൻഡ് ചോദിച്ചു, ഇന്നും മരുന്നെടുത്തില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഇന്നും ഞാൻ മറന്നുപോയി. അപ്പോഴും ഞാൻ ഹസ്ബൻഡ് എന്നെ ചീത്ത വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പവും ഇല്ല, എൻ്റെ ബ്ലീഡിങ്ങൊക്കെ 2 ദിവസം മുമ്പേ നിന്നു, എനിക്കൊരു കുഴപ്പവും ഇല്ല, ഇപ്പോൾ എനിക്ക് നടുവേദനയില്ല, വയറുവേദനയില്ല, ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ. മാതാവിൻ്റെ ഉടമ്പടി എടുത്ത മക്കൾക്ക് ഒരു കാരണവശാലും ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ച് ഒരു ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമില്ല. എനിക്ക് മാതാവിൻ്റെ തൈലം മാത്രം മതി. ഞാനപ്പോൾ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം തൊട്ട് യൂട്രത്ത് വയറിൻ്റെ അടിവയറിൽ കുരിശിട്ട് വരയ്ക്കും. അച്ഛൻ എപ്പോഴും പറയും, നമുക്ക് ഏതൊരു ആവശ്യമുണ്ടെങ്കിലും ഏത് രോഗമാണെങ്കിലും നമ്മൾ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ തൈലം കുരിശ് വരച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസത്തോടെ നമ്മളത് ചെയ്താൽ അവിടെ അമ്മ മാതാവ് പ്രവർത്തിക്കും. എൻ്റെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടി പോയാലും കിട്ടുന്ന അവസരങ്ങളിൽ കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. ഞാനൊരു യാക്കോബായക്കാരിയാണ്. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം എനിക്ക് അച്ഛൻ്റെ വചനങ്ങൾ കേൾക്കുക എന്നുള്ളത്. ഞാൻ ചൊവ്വാഴ്ചയാകാൻ കാത്തിരിക്കും. കാരണം അച്ഛനും ഇവിടെ ജോമോൾ സിസ്റ്റർ പറയുന്ന ഓരോ വാക്യങ്ങളും ഞാൻ എഴുതിയെടുത്ത് എൻ്റെ ഡ്യൂട്ടിയിലിരുന്ന്, ഞാൻ ഡ്യൂട്ടിയിൽ ക്യാമറ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ മൊബൈൽ മറച്ച് വെച്ചിരുന്നാണെങ്കിലും ഞാൻ ആ ഫുൾ ധ്യാനം അച്ഛൻ്റെ കൂടാൻ ഞാൻ മാക്സിമം ഞാൻ പരിശ്രമിക്കും. അവിടെ വെച്ച് ഞാൻ കൂടും. ഇല്ല എങ്കിൽ എനിക്ക് കിട്ടിയ ഒരു അരമണിക്കൂർ എനിക്ക് അതിന് കുറഞ്ഞു പോയാൽ ഞാൻ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഞാനത് കേട്ട് അന്ന് തന്നെ തീർക്കും. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ മാതാവിൻ്റെ ഉടമ്പടിയിൽ പിന്തുടർന്ന് പോകുന്ന വ്യക്തി. എനിക്ക് അങ്ങനെ ബ്ലീഡിങ് സ്റ്റോപ്പായി. മാതാവിൻ്റെ ഹാർട്ട് രൂപം എനിക്ക് കാണിച്ചു തന്നു. പിന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുതും വലുതുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ, ഓരോ കൊച്ചുങ്ങൾക്കും ഓരോ അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് തൈലം തൊട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഉപ്പിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പ് വിട്ട് വെള്ളം കൊടുക്കും. ഞങ്ങൾ എല്ലാവരും കഴിക്കും. രാത്രി ഞാൻ എല്ലാവർക്കും, അമ്മച്ചിയുണ്ട്, അമ്മച്ചിക്കും ഹസ്ബൻഡിനും പിള്ളേർക്കും എല്ലാവർക്കും ഞാൻ തൈലം തൊട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി സായന പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ തൈലം തൊട്ട് കൊടുക്കും. അതെല്ലാവർക്കും ഭയങ്കര വിശ്വാസം. ഒരു തുള്ളി തേനും ഞാൻ കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റേ ഉപ്പിട്ട് വെള്ളം ഞാൻ കൊടുക്കും, തേൻ കൊടുക്കും. അങ്ങനെയെല്ലാം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ എല്ലാ ദിവസവും ഞാൻ കൃത്യമായിട്ട് പാലിച്ച് വൃത്തിയോടുകൂടി ഞാൻ ഉടമ്പടിയിൽ നടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് മാതാവിൻ്റെ ഒരു രോഗം മാറ്റാൻ ഡോക്ടറെ അടുത്ത് പോകാതെ തന്നെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇത്ര എനിക്ക് 3 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. ഇതുകൂടാതെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി നിയോഗങ്ങൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എഴുതി അച്ഛനെനിക്ക് പേപ്പറിനകത്ത് സൈനിട്ട് തന്നു. അപ്പോഴും എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായുള്ളൂ, മാതാവേ ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ എല്ലാവരും ഈ സാക്ഷ്യം ഈ അൾത്താരയിൽ കയറി എന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോഴെല്ലാം ഞാൻ പറയും, അച്ഛാ എനിക്കും, ഞാൻ അച്ഛനോട് മനസ്സുകൊണ്ട് പറയും, എന്നെയും ഒന്ന് ഒരുക്കണമേ, മാതാവിനോട് പ്രാർത്ഥിക്കണം അച്ഛാ, എനിക്കും മാതാവിൻ്റെ അൾത്താരയിൽ കയറി ഒരു സാക്ഷിയാകാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന, വെള്ളത്തിന് ദാഹിക്കുന്ന പോലെ ഒരു വ്യക്തിയാണ് ഞാൻ. എപ്പോഴും ഈ അൾത്താരയിൽ ഒന്ന് കയറി നിൽക്കാൻ എനിക്ക് കഴിയണമേ എന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എത്രയും നേരമെല്ലാം കാര്യങ്ങളും വൃത്തിയായി ചെയ്തു പോന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട്
വൃദ്ധസാനത്തിൽ കൊണ്ടുവന്ന ഭക്ഷണം ഞങ്ങൾ മാസത്തിൽ വൃദ്ധസാനത്തിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ അടുത്ത് വരുന്നവർ, ഞാൻ ജോലി സ്ഥലത്തായിക്കോട്ടെ, എവിടെ വെച്ച് എൻ്റെ നേരെ കൈ നീട്ടിയാലും ഒരു മനുഷ്യനെ ഞാൻ വെറുതെ വിടൂല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കയ്യിലുള്ളത് എടുത്തോട്ടത്തിൽ ഞാൻ അവർക്ക് പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത്, എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി ക്യാൻസർ രോഗികൾ പലരും വന്നിട്ടുണ്ട്. അവർക്ക് തേനായിട്ടും ഉപ്പായിട്ടും മാതാവിൻ്റെ കാശുരൂപമായിട്ടും മാതാവിൻ്റെ പത്രം കൊടുത്തിട്ടാണെങ്കിലും ഒത്തിരി പേരിവിടെ വന്നിട്ടുണ്ട്. പലരും ഞാൻ കൊടുത്ത ഉപ്പൊക്കെ കഴിച്ചിട്ട് അവർക്ക് അസുഖം മാറിയിട്ട് അവരിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് ക്യാൻസർ രോഗികൾ. അതുപോലെ തന്നെ ഉടമ്പടി പത്രം ഞാൻ മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അതുപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ കണ്ട് അവർക്ക് ഞാൻ പത്രമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. പലരും അതിന് നെഗറ്റീവ് പറയും, പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. പലരും ചോദിക്കും, മാതാവിൻ്റെ പത്രമല്ല, ഞങ്ങൾക്ക് യേശുവിൻ്റെ പത്രമുണ്ടോ, ദൈവത്തിൻ്റെ പത്രം ഉണ്ടെങ്കിൽ താന്ന് പറയും. അങ്ങനെ അവർ പറയുന്നതിലൊന്നും നമ്മൾ അത് ഗവനിക്കാറില്ല. നിങ്ങൾക്ക് പത്രം വായിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ വായിക്കുക, ആരും പറയുന്നില്ല മേടിച്ചെടുക്കണമെന്ന്. ഇതിനു വേണ്ടിയിട്ട് ദാഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാം. നീട്ടിയ കയ്യിൽ നിന്ന് ഞാൻ തിരിച്ചു വരിക്കേണ്ട, നിങ്ങൾ വേണമെങ്കിൽ മേടിക്കുക, വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ ഓരോ നല്ല രീതിയിൽ എന്നെ പറ്റുന്ന നല്ല രീതിയിൽ ഞാൻ മാക്സിമം മാതാവിന് വേണ്ട ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി വളർന്നു വരുവാൻ ഞാൻ മുമ്പിലേക്കും എൻ്റെ മക്കൾക്കും നല്ല രീതിയിൽ ബൈബിൾ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ സാക്ഷ്യമായിട്ട് തന്നെ മുമ്പിലേക്ക് പോകുന്നു. ഇനിയും ഞാൻ മാതാവിൻ്റെ ഒരു സാക്ഷിയായി തന്നെ മുമ്പിലേക്ക് പോകും. ഇനിയും എനിക്ക് കൂടുതൽ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇത്രയേറെ നന്മകൾ എനിക്ക് ഇത്രയെല്ലാം നിയോഗങ്ങൾ സാധിച്ചു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എൻ്റെ പേര് മിലുമോൻ. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ വേലുപ്പാടം എന്ന് പറഞ്ഞ ഇടവയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വരുന്നത് വളരെ എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും വേണ്ടിയാണ്. ഞാൻ ഫെബ്രുവരി 19 ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കൂടുതലായുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു കമ്പനിയുടെ ഉയർന്ന പോസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്നോട് കമ്പനി പറഞ്ഞു നീ റിസൈൻ ഇടാനായിട്ട്. കാരണം കണ്ടിന്യൂസ് 4 years ഞാൻ അവിടെ ടോപ്പായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് റിസൈൻ ഇടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ കാരണം തിരക്കി വ്യക്തമായ കാരണങ്ങളൊന്നുമില്ല കമ്പനിക്ക്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ റിസൈൻ ഇട്ടെങ്കിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വേറെ കമ്പനികളിൽ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ റിസൈൻ ഇട്ടു. പക്ഷേ ഞാനാകെ തകർന്നു പോയി. കാരണം ഞാനാണ് എൻ്റെ വീട്ടിൽ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോൾ എൻ്റെ 2 മക്കളുണ്ട്, അവർ കുഞ്ഞു കുട്ടികളാണ്. അതുപോലെ ഭാര്യയാണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനാകെ വിഷമിച്ച് പോയി. അങ്ങനെ വിഷമിച്ച സമയത്ത് ഞാൻ എല്ലാ ദിവസവും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നന്നായി പ്രാർത്ഥിക്കുക, 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഒരു അതിശയമായി. കാരണം ഇങ്ങനൊരു തകർച്ച ഇവന് വന്നപ്പോൾ ഇതെന്താണ് ഇങ്ങനെയെന്നുള്ളത് എല്ലാവർക്കും ഇടയിലൊരു ഒരു പരിഭ്രമം പോലെ എല്ലാവരും പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എനിക്കൊരു പ്രചോദനം എനിക്ക് വന്നു, നീ കൃപാസനത്തിൽ പോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് ഈ കൃപാസനത്ത് ഉടമ്പടി പോയി എടുക്കണമെന്ന് പറയുന്നത്? കാരണം നമ്മളിന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഉടമ്പടി എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായുള്ള പ്രചോദനം തന്നു, നീ പോകൂ എന്നുള്ള ഒരു പ്രചോദനം തരികയും ഞാൻ അവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വണ്ടി കയറി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സാക്ഷ്യങ്ങളിതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൽ പ്രചോദനം തോന്നി ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട്. ഞാനിങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് 2nd ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉടമ്പടിയെക്കുറിച്ച് അച്ഛൻ പറയുന്നൊരു ക്ലാസ് കേട്ടു. അപ്പോൾ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഇത് ഞാൻ ജീവിക്കേണ്ട ഒരു രീതിയാണ് എന്നെനിക്ക് മനസ്സിലായി. കാരണം ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തികളൊന്നും തന്നെ ഞാനൊന്നും ചെയ്യാറില്ല. കാരണം ഞാനെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ദൈവികമായിട്ടുള്ള കർത്താവിൻ്റെ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് എനിക്ക് വളരെ ബോധ്യമായി. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, മാതാവേ എനിക്ക് ജോലി അതൊക്കെ വേണ്ട, പക്ഷേ എനിക്ക് ഈശോയെ കൂടുതലായിട്ട് അറിയണം എന്നാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിച്ചത്. ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് ഈശോയിലെ കൂടുതലായിട്ട് അടുക്കണം എന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നത്. ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുക എന്നുള്ള പ്രതിജ്ഞയോടെ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയില്ല, 4 കമ്പനികളിൽ നിന്ന് എനിക്ക് കോള് വന്നു. പെട്ടെന്ന്
4 കമ്പനികളിൽ നിന്ന് അത് ഒരെണ്ണം സേലത്തും 2 എറണാകുളത്തും ആണ് പെട്ടെന്ന് വന്നത്. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഓക്കെ ഞാനത് ഫോൺ അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അവിടുത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഉടമ്പടി എടുത്ത് പോയപ്പോൾ ഞാൻ ഇവിടുന്ന് പത്രങ്ങൾ കൊണ്ട് ചെന്ന് ഞാനവിടെ തിരുവനന്തപുരത്ത് ഒരു സുപ്രദമായ പള്ളിയിൽ ഞാനിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പത്രം അങ്ങനെ പറഞ്ഞു കൊടുത്തു. കാരണം എനിക്കിങ്ങനെ പെട്ടെന്ന് ഉടമ്പടി എടുക്കാനായിട്ട് പ്രചോദനം ഉണ്ടായി. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ, അത് ഏകദേശം ഒരു 80 വയസ്സോളം, ഒരു 75-80 വയസ്സുള്ള സ്ത്രീ എൻ്റെ അവിടെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നീ അർഹതയുള്ളവർക്ക് വേണം ഈ പത്രം കൊടുക്കാനായിട്ട്, നിൻ്റെ കയ്യിലിരിക്കുന്ന പത്രം മൊത്തം എനിക്ക് തരാൻ പറഞ്ഞു, എനിക്കിത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ 5 പത്രം കൊടുത്തു. അപ്പോൾ വീണ്ടും എന്നെ നിർബന്ധില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ അവിടെ അക്രൈസ്തവരായ സഹോദരങ്ങൾക്കിടയിൽ, ട്രിവാൻഡ്രത്ത് അക്രൈസ്തവരായ സഹോദരങ്ങൾക്കിടയിൽ പോയിട്ട് ഞാനിത് കൊടുക്കുന്ന സമയത്ത് എൻ്റെ അനുഭവം ഞാൻ ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ജോലി പോയി പെട്ടെന്ന് ഇങ്ങനെ കുറേ കമ്പനികളിൽ നിന്ന് വന്നു, ഞാൻ തകർന്നു പോയി പറഞ്ഞ് എൻ്റെ അനുഭവം കുറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ എന്താ പറയുക ഒരു കുളിര് കയറുന്ന അനുഭവം എനിക്കുണ്ടാകാൻ മാത്രമല്ല, അവരും ഭയങ്കരമായിട്ട്, അതായത് അവർക്കും ഒരു അഭിഷേകം, അതായത് ഒരു എന്താ പറയുക, അവർക്ക് ആകെ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല വാക്കുകൾ, പക്ഷെ അവർക്ക് ഭയങ്കര ഒരു വിശ്വാസവും കാര്യങ്ങളും ഉണ്ടാവുന്നതായിട്ട് അനുഭവപ്പെട്ടു. അവർക്കും ഒരു എന്താ പറയുക ഒരു പീസ് ഓഫ് മൈൻഡ് അവർക്കും ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് 4 കമ്പനികളിൽ നിന്ന് ഇങ്ങനെ ഓഫർ വന്നു. പക്ഷേ ഒന്നും ഞാൻ മാതാവിനോട് ഇങ്ങനെ പെട്ടെന്ന്, അതുപോലെ തന്നെ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ ഇതെല്ലാം പല സ്ഥലങ്ങളിലാണ്, എൻ്റെ നാടായ തൃശ്ശൂർ എനിക്കൊരു ജോലി വേണം എന്ന് ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയും, അപ്പോൾ ഓരോ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോകുമ്പോൾ ട്രിവാൻഡ്രത്ത് റീജിയണൽ ക്യാൻസർ സെൻ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് രോഗികളെ ശുശ്രൂഷിക്കാം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ എൻട്രി കിട്ടിയില്ല. കാരണം അവിടെ ആരെങ്കിലും വേണം, പാസ് വേണം. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ 3 സ്ഥലത്ത് ഞാനിങ്ങനെ പോയി പെർമിഷന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ എൻട്രി കിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴെല്ലാം ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോകാൻ ചെല്ലുന്നോ അപ്പോഴെല്ലാം എനിക്ക് കമ്പനികളിൽ നിന്ന് കൂടുതൽ കോളുകൾ വന്നു. കാരണം നമുക്കറിയാം, ഒരു ഉയർന്ന പോസ്റ്റിൽ ചെയ്യുമ്പോൾ ഒരു ഇൻ്റർവ്യൂ മാത്രമല്ല, 3-4 ഇൻ്റർവ്യൂകൾ കടന്നു പോകണം. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോ സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് ഓരോ കോളുകൾ വരിക. അത് കഴിഞ്ഞ് പെട്ടെന്ന് എൻ്റെ മോൾക്ക്, മൂത്ത മോൾക്ക് പെട്ടെന്ന് ടൈഫോയിഡ് വന്നു. അവൾ കണ്ണൂർ, അവിടെ വൈഫിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് ഈ വിഷമത്തിൽ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. പെട്ടെന്ന് എനിക്കൊരു കോള് വന്നു, ഒരു ഉയർന്ന കമ്പനിയിൽ നിന്ന് കോള് വന്നിട്ട് പറഞ്ഞു, നാളെ നീ പെട്ടെന്ന് ഓൺലൈനിൽ ഇൻ്റർവ്യൂവിന് വരണം, കാരണം വൈസ് പ്രസിഡൻ്റാണ് വിളിക്കുന്നത്, ആളിവിടെ ഉണ്ടാവില്ല, പിന്നെ ഇവിടെ വരില്ല, അപ്പോൾ എന്തായാലും നീ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മാനസികാവസ്ഥ ശരിയല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല സാരമില്ല, നീ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു, എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരമില്ല. കാരണം അവർ വളരെ മാത്തമെറ്റിക്കലായിരിക്കും തിയററ്റിക്കലാക്കി ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നില്ല. പക്ഷേ എൻ്റെ രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ HR എന്നോട് ചോദിച്ചു, മിലു നീ എന്താ പറഞ്ഞതെന്ന് നിനക്ക് വല്ല നിശ്ചയം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എന്തായാലും കൊളായെന്ന് മാത്രം എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് രൂപ എടുത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അമ്മേ ഞാൻ തോറ്റ് കഴിഞ്ഞാൽ അമ്മ തോൽക്കുന്ന പോലെയാണ്, എനിക്കെന്തായാലും എനിക്കിത് വിജയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വിളിച്ച HR എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മിലു എനിക്കറിയില്ല, നിന്നെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അവിടുത്തെ വൈസ് പ്രസിഡൻറ്റ് കൺവിൻസ് ചെയ്യും, നിന്നെ ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അതായത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് നിനക്ക് ഉയർന്ന പോസ്റ്റ്. അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം 15 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ അത്രയും അടുത്ത് എനിക്ക് ജോലി കിട്ടുകയും അതുപോലെ ഓഫർ ലെറ്റർ പെട്ടെന്ന് തന്നെ അയച്ചു കിട്ടുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പല കമ്പനികളിൽ നിന്ന് ഓഫർ വന്നു, കാരണം എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കാൻ പറ്റുക എന്നുള്ളൊരു ടെൻഷൻ മാത്രമല്ല. അവസാനം ഞാൻ ആഗ്രഹിച്ച പോലെ കൃപാസന മാതാവ് എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ സ്വന്തം അടുത്ത്, അതായത് 15 കിലോമീറ്റർ അടുത്ത് ഒരു നല്ല പോസ്റ്റ്, ഉയർന്ന പോസ്റ്റിൽ, അതായത് ഇവിടെ ഞാൻ ജോലി ചെയ്തതിനെക്കാട്ടി കൂടുതൽ ശമ്പളത്തിൽ എനിക്ക് ജോലി ലഭിക്കും. 1-ാം തീയതി ഞാൻ അവിടെ ജോലിക്കായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ജോലിയെല്ലാം തന്ന, അതുപോലെ എനിക്ക് അതുമാത്രമല്ല അതിനോട് കൂടുതലായിട്ട് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് എനിക്ക് പ്രചോദനം. കാരണം ഞാൻ അതിൽ വീക്കായിരുന്നു. കാരണം ഞാൻ എന്നും പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഞാൻ വീക്കായിരുന്നു. അതുമാത്രമല്ല ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട്
എന്തെങ്കിലും എനിക്കൊരു വഴി തുറന്നു തരണേ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ട്രെയിനിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഓരോരുത്തർ എൻ്റെ അടുത്ത് വരുന്ന ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറയും, ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളെ അവരിങ്ങോട്ട് പറയും. അപ്പോൾ എനിക്ക് അങ്ങനെ ഇത് ചെയ്യാനായിട്ട് മാതാവ് തന്നെ ഒരു വഴി എനിക്ക് ഒരുക്കി തന്നതിന് പരിശുദ്ധ അമ്മയോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കൃപാസന മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. നന്ദി. വ്യക്തിപരമായിട്ട് എൻ്റെ കുടുംബജീവിതത്തിൽ അത് മൂലം ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായി. കാരണം എൻ്റെ കുടുംബത്തിൽ ഒരു ഭിന്നത പോലെ ഉണ്ടായിരുന്നു കുടുംബ സഹോദരങ്ങൾക്കിടയിൽ. അത് മാറി എനിക്ക് കൂടുതലായിട്ട് ഇപ്പോൾ തന്നെ വീട്ടിലാണ്. കാരണം ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്താണ് താമസിക്കേണ്ടായിരുന്നു ജോലി സംബന്ധമായിട്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റി. പക്ഷേ എല്ലാവരോടും ഒരു സമാധാനത്തിലും എന്താ പറയുക സംസാരിക്കാനും കൂടുതലായിട്ട് ഇടപെടാനായിട്ട് എനിക്ക് സാധിച്ചു.